ഒക്ടോബർ 7-ന് ആക്രമണം നടന്നു. ആക്രമണം നടന്നപ്പോൾ ഏതാണ്ട് 1000-ൽ പരം പേര് കൊല്ലപ്പെട്ടു. അപ്പോൾ കേരളത്തിൽ ഉൾപ്പെടെ ഒരുപാട് സ്ഥലങ്ങളിൽ ആവേശവും ഒക്കെയായിരുന്നു. ഹമാസ് പോരാളികൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കൽ, ആവേശം കൊണ്ട് നൃത്തം വയ്ക്കൽ, ഇങ്ങനെ കുറേ കലാപരിപാടികളും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഒക്ടോബർ 7-ന് ശേഷം ഇസ്രയേലിൻ്റെ തിരിച്ചടി ഉണ്ടായപ്പോൾ അതിന് വളരെ ശക്തമായ തിരിച്ചടിയാണ് ഉണ്ടായത്. അത് ഗാസയിലെ ജനങ്ങളെ നന്നായി ബാധിച്ചു എന്നുള്ളത് സത്യമാണ്. അതിനൊപ്പം തന്നെ ഹമാസിൻ്റെ വലിയൊരു വിഭാഗം നേതാക്കളും ഇതോടുകൂടി കൊല്ലപ്പെട്ടു. അവരെയൊക്കെ ഇസ്രയേൽ വധിച്ചു. അത് ഇറാനിൽ പോയിട്ടായി അല്ലെങ്കിൽ ജോർദാനിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, ഇതൊക്കെ ഇസ്രയേൽ കൃത്യമായി ചെയ്തു. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഹമാസിന് നിരവധി അവരുടെ നേതാക്കളെ നഷ്ടപ്പെട്ടു. ഗാസയിൽ കൂട്ടക്കൊലകൾ തന്നെ ഉണ്ടായി. ഒരുപാട് ജനങ്ങൾക്ക്, കുട്ടികൾക്ക്, സ്ത്രീകൾക്ക് ജീവിതം നഷ്ടമായി. സത്യത്തിൽ ഹമാസ് എന്ത് നേടി? ഹമാസ് എന്ത് നേടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹമാസ് എന്തെങ്കിലും നേടിയിട്ടുണ്ടോ? ഹമാസ് പോട്ടെ, പലസ്തീൻ എന്തെങ്കിലും നേടിയിട്ടുണ്ടോ? പലസ്തീൻ എന്താണ് നേടിയിരിക്കുന്നത്? ഒന്നും നേടിയിട്ടില്ല. കയ്യിൽ നിന്ന് പോയിട്ടേ ഉള്ളൂ. സ്ഥലം ഉൾപ്പെടെയുള്ള, ജീവൻ ഉൾപ്പെടെയുള്ള പോയിട്ടേ ഉള്ളൂ. നരേറ്റീവിന് വേണ്ടി ജീവനും സ്ഥലവും കുരുതി കൊടുക്കുന്ന പരിപാടി എന്ന് ഹമാസ് നിർത്തുമോ അന്ന് അവർ നന്നാവും. പക്ഷെ അത് പറ്റില്ലല്ലോ. കാര്യം ജൂത ജനതയോടുള്ള മതപരമായിട്ടുള്ള എതിർപ്പ്, വിരോധം, അത് മാറ്റിവെച്ചിട്ട് ഹമാസിനൊരു മുന്നേറ്റം അല്ലെങ്കിൽ ഹമാസിനൊരു ജീവിതമുണ്ടോ? അതാണ് ഐഡിയോളജി എന്ന് പറഞ്ഞ് ക്രൂരതയും വെറുപ്പും പടർത്തുന്നതാണ് ഐഡിയോളജി എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറഞ്ഞ ആ ഐഡിയോളജി എന്തെങ്കിലും ജയിക്കുമോ? എനിക്ക് തോന്നുന്നില്ല.